കള്ള് ഷാപ്പ് പോയിണോ? ഞാൻ പോയിക്കണം കേട്ടോ. എന്റെ ഉമ്മച്ചെങ്ങാനും ഇതറിഞ്ഞ പിന്നെ പൊരിഞ്ഞ വെയിലിന്നിട്ടോ ഞങ്ങള് വണ്ടിയുമില്ല പോയെ. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഒഴിവ് കിട്ടി. അപ്പൊ വിചാരിച്ചു പുഞ്ചക്കരി പോവാന്ന്. ഇവിടെ അടുത്താ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആകെ 2 കിലോമീറ്ററുള്ള പുഞ്ചക്കരിക്ക്. അപ്പൊ പിന്നെ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ. അവിടുത്തെ ഫുഡാണെങ്കിൽ പറയണ്ട നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങള് 3 പൊറോട്ടയും ഡക്കും ബീഫും ആണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ചെമ്മീനും കൂടിയും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മാമ ഞങ്ങളടുത്ത് പറഞ്ഞു ഇതിന്റെ ബാക്കിൽ നല്ല കാഴ്ച ഉണ്ട്, ഇത് മോഹൻലാലിന്റെ സ്ഥലമാണ്, മോഹൻലാൽ പോയ വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കാട്ടൊക്കെ പറഞ്ഞു വെച്ചു. ഏതപ്പോ മാമൻ പറഞ്ഞു മോഹൻലാൽ നടന്ന സ്ഥലം എന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഈ ചങ്ങായി ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങൾ പോണോടത്ത് കൂടെ ഓനും വരിക. ഇതാണ് പുഞ്ചക്കരി കായൽ. പക്ഷെ അവിടെ പണി നടക്കായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഉള്ള സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന്. കണ്ട ലിപ്സ്റ്റിക് തപ്പണണ്ട എന്തായാലും ഇപ്പത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ മെല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ വേണ്ടിട്ട് തുടങ്ങിട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ പുഞ്ചക്കരിയിലെ പാടം കാണാനാണ്, പുഞ്ച കാണാനാണ് വന്നത്. പക്ഷെ പുഞ്ച ബാക്കിയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതായത് പുഞ്ച കൃഷി എന്ന് പറയുമ്പോൾ പാലിൽ വെച്ചിട്ടുള്ള കൃഷി, തെക്കുള്ള പ്രദേശത്തെല്ലാം പറ്റിച്ചുള്ള കൃഷിയാണ് പുഞ്ച കൃഷിയാണ് പറയുന്നത്. അറിവിന്റെ നിറകുണമാണ് മലയാള അധ്യാപിക. അല്ല മലയാളത്തിന്റെ എന്തോ ആണ് ഇവള്. എന്താണെന്ന് ചോദിച്ചാൽ മലയാളം വാക്കുകൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു നല്ല കാറ്റല്ലേ. പിന്നെ മുന്നോട്ടുള്ള വഴിയൊക്കെ നമ്മളെ ജീവിതം പോലെ പ്രതിസന്ധികളായതുകൊണ്ട് ആ കെട്ടിയ സാധനത്തുമ്പോ കൂടെ അങ്ങനെ നടന്നിട്ടോ. അവിടെ കാണാൻ ഭയങ്കര വൈബ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ തിരിച്ചു പോയി ഹോസ്റ്റലിൽ എത്തിയപ്പോഴേ എന്റെ കൂട്ടുകാരിന്റെ കാലൊടിഞ്ഞത് ഞാൻ അറിഞ്ഞത്. അത് വേറൊരു കോമഡി കഥ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.